പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. NDAയുടെ ഭാഗമായ 2020 പാർട്ടി വിട്ട് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് വാക്കുമാറി വഞ്ചിച്ചു എന്നാണ് അഖിൽ മാരാരുടെ വിമർശനം. ശശിയെ എന്നാണ് ഈ പറയുന്നത്? കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്ത് തൃക്കാക്കരയിൽ മത്സരിപ്പിച്ചു. ആവശ്യമില്ലാത്ത പഴി കേൾക്കേണ്ടി വരുന്നുവെന്നും അഖിൽ മാരാർ. എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ചു നിങ്ങൾ ചോദിച്ചാൽ 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായി മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. അയ്യോ കഷ്ടായിപ്പോയി. അങ്ങനെ ഇമോഷണൽ ആവാതെ വരണപ്പണ്ണ. ഇതിന്റെ ഇടയിലൂടെ ഞാൻ കയറി പറയാണ് എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. വെറുതെ തള്ളിട്ട് പോയതാ. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പിന്നെ ആകെ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും പാളിപ്പോയൊരു തീരുമാനമായി പിന്നീട് മാറുന്നത്. എന്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, സാബു ജേക്കബ് എന്നെ ചതിച്ചതുകൊണ്ടാണ്. ഏത് കോടതിയിലും ഇവനീ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. വിളിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടുപോയി. ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? 2 പേരായിരുന്നു തൃക്കാക്കരയിൽ എന്റെ കൂടെ മുഴുവൻ സമയ പ്രവർത്തനത്തിനുണ്ടായിരുന്നത്. വെറും 2 പേർ. ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല. അപ്പം കൊട്ടാരക്കരയിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് തോന്നിയ ചില ആൾക്കാർ അവിടെ നിന്ന് എന്നെ ഒഴിവാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ പ്രവേശനം. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അല്പം കൾച്ചറായി പോയി. എല്ലാവരും കാണിച്ചു തരായിരുന്നു.